നിങ്ങളെ കുട്ടിക്ക് മഞ്ഞ ഉള്ള സമയത്ത് പല ആളുകളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് കുട്ടിയൊന്ന് വെയിൽ കൊള്ളിച്ചാൽ പോരെ, അല്ലെങ്കിൽ പഴയ ആളുകളൊക്കെ വെയിൽ കൊള്ളിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു കുട്ടിക്ക് വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ മഞ്ഞ എങ്ങനെയാണ് കുറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ഇത് കാണാത്തവര് ന്യൂബോൺ എന്നുള്ള പ്ലേലിസ്റ്റ് പോയി മഞ്ഞയെ കുറിച്ചുള്ള വീഡിയോ ആദ്യം കണ്ടിട്ട് വരിക. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ലൈറ്റ് തട്ടുമ്പോൾ കുട്ടിയുടെ മഞ്ഞ കുറയുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇനി സൂര്യപ്രകാശം അങ്ങനെ ഈ കുട്ടിയുടെ മഞ്ഞ കുറക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാമോ? സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ മഞ്ഞ കുറയുമോ? ശരിയാണ്, ഒരു ചെറിയ അളവ് വരെ മഞ്ഞ കുറഞ്ഞേക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ കുഞ്ഞിന്റെ മഞ്ഞ കുറക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് നീല വെളിച്ചമാണ്, ബ്ലൂ ലൈറ്റ്. കാരണം ആ ബ്ലൂ ലൈറ്റ് വരുന്ന വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകളാണ് ഈ ബിലിറൂബിൻ എന്ന വസ്തുവിനെ വെള്ളത്തിൽ അലിയുന്ന ബിലിറൂബിനാക്കി കുഞ്ഞിന്റെ ശരീരത്തിന്റെ പുറത്തോട്ട് തള്ളിക്കളയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ NICUവിൽ നീല വെളിച്ചം കൊടുക്കുന്നത്. ഇനി നമ്മളെ സൂര്യപ്രകാശത്തിൽ നീല വെളിച്ചം മാത്രമല്ല, ഒരുപാട് വെളിച്ചങ്ങളുണ്ട്. വിബ്ജിയോർ എന്നുള്ള ആ മൊത്തം കളറും ഉണ്ട്. അത് മാത്രവുമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം ഈ സൂര്യപ്രകാശത്തിൽ അൾട്രാ വയലറ്റ് A, B പോലത്തെ രശ്മികളും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് വെയിലത്ത് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഹൈ ലെവലില് ഫോട്ടോതെറാപ്പി കൊടുക്കാൻ മാത്രമുള്ള ലെവലില് മഞ്ഞ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ആ വെയിൽ കൊള്ളിച്ചുകൊണ്ട് ഫോട്ടോതെറാപ്പി ഒഴിവാക്കാൻ മാത്രമുള്ള മഞ്ഞ കുറച്ചിൽ കിട്ടൂല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാക്കാം, നിങ്ങളുടെ കുട്ടിക്ക് നല്ല മഞ്ഞയുണ്ട്, അങ്ങനെ ഹൈ മഞ്ഞയാണ്, ഫോട്ടോതെറാപ്പി കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ മഞ്ഞ ഇഞ്ഞും കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് സൂര്യപ്രകാശം തട്ടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് കുറയാൻ പോകുന്നില്ല. കാരണം അത്രയും തോന്നെ നീല വെളിച്ചമാണ് വേണ്ടത്. പക്ഷെ സൂര്യപ്രകാശത്തിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് വേണ്ട കേസിൽ സൂര്യപ്രകാശത്തിന് ഒരു റോളും ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ട്രീറ്റ്മെന്റ് എടുക്കാൻ മാത്രമുള്ള മഞ്ഞില്ല, കുറച്ച് മഞ്ഞേ ഉള്ളൂ, എന്നാൽ പിന്നെ സൂര്യപ്രകാശം കൊള്ളിക്കാമോ മഞ്ഞ കൂടാതിരിക്കാൻ? അവിടെയും വേണ്ട എന്ന് തന്നെയാണ് മിക്ക ഗൈഡ് ലൈനുകളിലും പറയുന്നത്. എന്തുകൊണ്ടാ? ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കാൻ മാത്രമുള്ള മഞ്ഞ ഇല്ല എന്നുണ്ടെങ്കിൽ, ചെറിയ അളവിലാണ് മഞ്ഞ ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് തനിയെ പോവും, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും പോവും. പിന്നെ എന്തിനാണ് ഈ അൾട്രാ വയലറ്റ് ഒക്കെ ഉള്ള രശ്മികളെ ആ കുട്ടിക്ക് കൊള്ളിക്കുന്നത്? വേണ്ട എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഇന്ന് നമുക്ക് ഈ നീലവെളിച്ചം മാത്രം നൽകുന്ന ഫോട്ടോതെറാപ്പി യൂണിറ്റുകൾ ഓരോ മുക്കിലും മൂലയിലും ഹോസ്പിറ്റലിലുള്ള ഒരു സ്ഥിതിക്ക് ഇങ്ങനെ മറ്റ് രശ്മികളെ കുട്ടിക്ക് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ദീർഘനേരത്തോട്ട് കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, വൈറ്റമിൻ ഡി ഒക്കെ കിട്ടാൻ നമ്മൾ വെയിൽ കൊള്ളുന്നില്ലേ? അത് കുറച്ച് നേരത്തിന് മതി. അതിനെക്കുറിച്ച് നമ്മൾ വൈറ്റമിൻ ഡിയുടെ വീഡിയോയിൽ പറയും. അപ്പൊ വൈറ്റമിൻ ഡിക്കൊക്കെ വേണ്ടി നമ്മൾ വളരെ കുറച്ച് നേരത്തോട്ട് മതി. പക്ഷെ മഞ്ഞ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ദീർഘനേരം കൊടുക്കണം. ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ ലൈറ്റ് താഴെ വെക്കുക. അത്രയും നേരം ഒന്നും സൂര്യപ്രകാശം എന്തായാലും കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആ സൂര്യപ്രകാശം കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റും ആ സൂര്യപ്രകാശം കൊണ്ടുള്ള റിസ്ക്കും വെച്ച് നോക്കുമ്പോൾ അവിടെ റിസ്ക് ആണ് കുറച്ചുകൂടെ കൂടുതൽ. അതുകൊണ്ടൊക്കെ തന്നെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ വെയിൽ കൊള്ളിക്കേണ്ട ആവശ്യമില്ല. അത് ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പം ഇനി ഈ ന്യൂബോണുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്കിൽ കാണുന്നവരെ ബൈ. അപ്പൊ ഈ ഒരു യാത്രയിൽ, പാരന്റിങ് ജേർണിയിൽ നിങ്ങൾക്ക് കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തി വെക്കുക. ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്.